ഈ റൂട്ടിൽ മാത്രം 12 ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അത് ഓയിൽ പാർക്ക്, പെട്രോളും ഡീസലും ഉണ്ട്. നോക്കിയിരുന്നാൽ ഇങ്ങനെ പെട്രോൾ ഡീസൽ എടുക്കുമ്പോഴും ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരും. വെയിറ്റ് ലെസ് ആവും. ആ അതിലേക്ക് പമ്പ് ചെയ്യുന്നത് ഇവിടെ എത്ര ക്യൂബിക് മീറ്ററാണ് കപ്പാസിറ്റി? 16,000-17,000 ക്യൂബിക് മീറ്റർ. അതെല്ലാം ഫുള്ള് CASFന്റെ കയ്യിലാണ്. അങ്ങോട്ടൊന്നും പ്രവേശനമില്ല. അവിടെ ഒരു മതിലുണ്ടാവും, ഇതേ കണ്ടോ ആ മതിലുണ്ടാവും. അത് ഫുള്ള് CASFന്റെ ഒന്നും പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ക്യാമറ വയ്ക്കണം. ചില്ലറ സാധനം നല്ലത്. കേരളം തീരാനത് മതി. അതുകൊണ്ട് അവരുടെ ഭയങ്കര സെക്യൂരിറ്റി ഉണ്ടാവും. CASF ഇല്ലേ, സെൻട്രൽ ഇന്റർനാഷണൽ സെക്യൂരിറ്റി. ഇൻഫോ പാർക്ക് കാണാൻ നിങ്ങൾ കയറുന്ന ഇൻഫോ പാർക്ക് കേരളത്തിന്റെ എന്താ പറയാ, ഇതെല്ലാം മൊത്തം നിയന്ത്രിക്കുന്ന സ്ഥലം. ഈ ഭാഗത്തൊന്നുമില്ല, ഈ ഭാഗത്തൊന്നുമില്ല. ഇല്ലേ പിന്നെ അങ്ങോട്ട് പോകണം. അങ്ങോട്ട് പോയി ഇങ്ങനെ പോകുന്നപ്പോൾ ഞാൻ ഹിൽ പാൽസ് കാണാൻ ഇതേ പോകണം. വണ്ടിയും കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ കാണാണെങ്കിൽ ടൗൺ വിട്ട് പോയി കഴിഞ്ഞാൽ കാണാൻ ഇഷ്ടമുണ്ട്. ആദിശങ്കരൻ ജനിച്ച സ്ഥലം അല്ല, അങ്ങനെ ജനിച്ച അവിടെ അങ്ങനെ ജനിച്ച വേറോത്താണ്. അത് പുള്ള അച്ഛൻ വീടാണ്. ഇവിടെ അമ്മ വീടിൻ്റെ പുള്ളി ജനിച്ച് 4 വയസ്സ് വരെ വളർന്നു. അത് വേറോത്താണ്, പാഴൂര്. പാഴൂർ അല്ലാണ്ട് ഫേമസ് ആണ്. പാഴൂർ 4 ചക്രസ്ഥാനങ്ങൾ വരുന്ന സ്ഥലമാണ്. നമുക്ക് എന്തെങ്കിലും നമ്മുടെ ഭാവി അറിയാൻ പാഴൂർ പോയിരുന്നു എല്ലാം അറിയാം. ആ പാഴൂർ മണിപ്പുര. അല്ലെ പിന്നെ കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ മലയാറ്റൂർ മുത്തപ്പൻ. എനിക്ക് തൃശ്ശൂരിൽ നിന്ന് വരുമ്പോൾ നേരെ മൂവാറ്റുപുഴ വഴി കയറി കഴിഞ്ഞാൽ എളുപ്പമാണ്. ആ അത് തന്നെ. അടുത്ത പ്രാവശ്യം മൂന്നാർ മൂന്നാർ അത്ര രസമൊന്നുമില്ല. പക്ഷെ മൂന്നാറിനെ കുറച്ചൊരു വിട്ടിട്ട് മറയൂരല്ലേ കാന്തല്ലൂർ അടിപൊളി. താമസം കിട്ടില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. താമസം ഇപ്പോൾ നമുക്ക് ഈ സീസൺ ആയതുകൊണ്ട് ഞാൻ പോകുമ്പോൾ എൻ്റെ പെങ്ങളെ വരുന്നു. ഞാൻ അവിടെ വീട്ടിൽ പോയി ഞാൻ സീസൺ ആയതുകൊണ്ടേ ഈ ബേക്കേഴ്സ് കിട്ടൂല്ലേ? ആ വീട്ടിൽ തന്നെ താമസിക്കാം. അത് രസമാണ്. വീട്ടുകാരുടെ കൂടെ ആകുമ്പോൾ അവരുണ്ടാക്കുന്നത് അതും കഴിച്ച് അവരുടെ കൂടെ സുഖം. നല്ല ക്ലൈമറ്റ്.
അത്യാവശ്യം നല്ല കേന്ദ്രമാണെന്നുണ്ടെങ്കിൽ കണ്ടെങ്കിനൊക്കെ അറിഞ്ഞ പോലെ ഉള്ളിലേക്ക് കിട്ടുമോ? പന്നി മാവ് ഇത് മീൻ പിടിക്കാനുണ്ടാവില്ലേ ഈ സാധനം? അടിയിൽ മീൻ ഉണ്ടാവില്ലേ? പിന്നെ ഈ വിറക് ചീനവലയാ. ഈ സാധനം അത് ബോട്ട് കെട്ടിടാൻ വേണ്ടി. അതെ അതല്ലേ ഈ വിറക് ഇങ്ങനെ കൂട്ടിട്ട പോലെ കണ്ടല്ലേ അടിയിൽ മീൻ ഉണ്ടാവും. മീനുണ്ടാവും, ഉണ്ടാവും. അടിയിലേ ചീനവല ഉണ്ടാവും. ചീനവല കണ്ടു. ഇപ്പൊ പഴയ ചീനവലയെല്ലാം മാറി ഇപ്പൊ ഇരുമ്പിന്റെ ഇതിനൊക്കെ ഉണ്ടല്ലേ? അല്ല ഈ സാധനം ഇതാ പോളയത് അടിയിൽ മീൻ ഉണ്ടാവും. അതിനിടെ മീനില്ല ഇല്ലേ? പോളയാണ്. ഓളം മരുന്നിട്ട് കെട്ടിയാണ്. അതെയാ. The water metro system is under CCTV survey. You are being recorded. Water metro പരിസരവും ബോട്ടും CCTV നിരീക്ഷണത്തിലാണ്. നിങ്ങളുടെ ചലനങ്ങൾ റെക്കോർഡ് ചെയ്യപ്പെടുന്നത്. ഞങ്ങളുടെ ജാതിപ്പള്ളിക്കാണെങ്കിൽ പേരുകൾ ആശുപള്ളിക്കാണെങ്കിൽ ഒന്നും പേരുകൾ റോമൻ കാത്തലിക് ആയിക്കോട്ടെ, കോട്ടയം കാത്തലിക് ആയിക്കോട്ടെ, പേരുകൾ. എൻ്റെ നാട്ടിലേക്ക് റോമൻ കാത്തലിക് വരിക നാനായക്കാർ ജീനമല്ല. അപ്പോൾ വൈകുന്നേരം 4 മണിയാകുമ്പോൾ പിന്നെ താഴെ താഴേക്ക് കുറേ വേസ്റ്റ്, ചിക്കൻ വേസ്റ്റ് ഇട്ടു. പൂമീനുണ്ടാവും, പരലുണ്ടാവും, പള്ളത്തി, അങ്ങനെയൊക്കെ സാധനങ്ങൾ. പൂമീന് ഏറ്റവും കൂടുതൽ തവണക്കടവിൽ അക്കരയ്ക്കുള്ള സർവീസ്, സോളാർ ബോട്ട്, ഫുൾ AC, എന്താ പറയുക, TV എല്ലാം ഉണ്ട്, സംഭവം ഉണ്ട്. 20 മിനിറ്റ് എടുക്കാം അക്കരയിൽ. പടിഞ്ഞാറ നട, വൈക്കത്തമ്പലത്തിൻ്റെ പടിഞ്ഞാറ നട തവണക്കടവിലേക്കുള്ള
നല്ലൊരു കടവാണ്. പണ്ട് ഗാന്ധിജി എല്ലാം വന്നു പോയ വൈക്കം Please don't leave your baggage unattended. നിങ്ങളുടെ ബാഗേജ് അശ്രദ്ധമായി ഉപേക്ഷിച്ചു പോകരുത്. ആരാ? മാംസനോ? എന്നാ മാംസം ആരെങ്കിലും ആളെ വിളിക്കട്ടോ? ഈ മാറി മൈക്കൊന്ന് ഓർമ്മണ്ടായി. അങ്ങനെ കടയിൽ നിന്ന് കിടന്ന് വിളികോളും ഞാൻ പോകണേ. അതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ ഇതേ ഇരുന്ന് പനിഞ്ഞെങ്കിൽ ഇതിപ്പോൾ അല്ലെങ്കിൽ ഇവിടെ എത്തില്ല. ഇവിടെ എത്തി കടയിൽ നിന്ന് അങ്ങനെ പറഞ്ഞില്ല. എന്നുണ്ടെന്ന് ഞങ്ങൾ മൊത്തം വേറെ നാട്ടുകാരായിരുന്നു കേൾക്കാൻ പറ്റും. ആ അങ്ങനെ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ വന്നു. ശരി എത്തി വൈറ്റ് ഏതാ? ആ അപ്പിനാ ഞാൻ അങ്ങോട്ടോ വാട്ടർ അങ്ങോട്ടോ